പാഠം 681 കൈവിട്ട ചില കളികൾ. ഹലോ, അതെ. വിദ്യ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഇനി ഞാൻ വരാൻ കുറച്ച് വൈകും. ഇവിടുത്തെ ജോലിക്കാരിയില്ലേ, ആ ജാനകി, അവക്ക് വീട്ടിലൊന്ന് പോണെന്ന്. അവളെ പെണ്ണ് കാണാൻ ആരാ വരുന്നു. കുറച്ചു മുന്നേ ഞാൻ ഫോൺ വന്നത്. ഇനിയിപ്പോ അടുക്കള ജോലി മുഴുവൻ ഞാൻ ചെയ്യണ്ടേ. എന്തായാലും 10:30 മുന്നേ ഇറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെ. രാവിലത്തെ കേസ് നീ ഒന്ന് കൈകാര്യം ചെയ്തേക്കണേ. ശരി. ഇതുവരെ കഴിഞ്ഞില്ലേ? മണി 8 ഇപ്പൊ ഇറങ്ങിയല്ലേ 10 മണിയാകുമ്പോഴേക്ക് വീട്ടിലെത്താൻ പറ്റൂ. അവര് വരുന്ന എത്ര മണിക്കാ? 11:11 പറഞ്ഞത്. 10 മണിക്കെത്തി കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ഒരു സാരിയൊക്കെ കൊടുത്ത് സുന്ദരിയായിട്ട് വേണ്ടേ ചെറുക്കന് വീട്ടുകാരുടെ മുന്നിൽ ചെല്ലാൻ. അപ്പൊ ഇനി ഒട്ടും സമയം കളയണ്ട. ഇതിപ്പോ 5ാമത്തെ പെണ്ണ് കാണല്ലേ ചേച്ചി. ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വെറുതെ ഒരു വേഷം കെട്ടല്. പിന്നെ അമ്മ നിർബന്ധിക്കുമ്പോ എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നത്. നീ ഇതിലൊന്നും വിഷമിക്കണ്ട. ഇത്തവണ എന്തായാലും ഇത് ശരിയാവും. ഇതൊന്നും ശരിയാവില്ല ചേച്ചി. ചേച്ചി നോക്കിക്കോ, ഞാൻ ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചെത്തും. ഇന്നോ? എന്തായാലും ഒരാഴ്ച കൂടി വീട്ടിൽ പോന്നല്ലേ. കല്യാണം നടന്നാലും ഇല്ലെങ്കിലും ഇന്നൊരു ദിവസം അമ്മയുടെ കൂടെ അവിടെ നിന്നിട്ട് നാളെ പോന്നാ മതി. നിന്റെ പൈസ മോഹനേട്ടൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. പോകുന്നേരം അത് വാങ്ങാൻ മറക്കണ്ട. എനിക്കിപ്പോ പൈസയൊന്നും വേണ്ട ചേച്ചി, മാസാവസാനം കിട്ടിയാ മതി. എന്തായാലും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടല്ലേ നീ വീട്ടിൽ പോകുന്നത്. വെറും കൈയോടെ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് എങ്ങനെയാ? സ്വന്തം വീട്ടിലേക്കല്ലേ, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ തരാനുള്ള ശമ്പളം തന്നെ എന്നെ പറഞ്ഞു വിടാനാണോ നിങ്ങളുടെ പരിപാടി? അതെന്താ ജാനകി അങ്ങനെ പറയണത്? നിന്റെ ഒരു അവസ്ഥ നീയായിട്ട് തന്നെ തീരുമാനിച്ചു പോകുന്നതല്ലേ, അല്ലാതെ ഞങ്ങൾ പറഞ്ഞു വിടുന്നതാണോ? ഞാൻ ചുമ്മാ പറഞ്ഞതാ ചേച്ചി. ചേച്ചി നോക്കിക്കോ, ഞാൻ പറഞ്ഞതുപോലെ വൈകിട്ട് ഇങ്ങ് തിരിച്ചു വരും. അതിനുവേണ്ടി അമ്മയെ നീ സങ്കടപ്പെടുത്താനൊന്നും നിൽക്കണ്ട. മോഹനേട്ടൻ എന്ത് ചെയ്യാന്ന് ഞാൻ നോക്കട്ടെ. മോഹനേട്ടാ, ഇതാ ജാനകി പോകാനൊരുങ്ങ്. അതുകൊണ്ട് അവക്ക് എത്ര രൂപ കൊടുക്കേണ്ടത്? വന്നിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. പൈസ കൊടുത്താൽ മതിയോ അതോ 1 മാസം ശമ്പളം കൊടുക്കണോ? ഒരാഴ്ച ജോലി ചെയ്ത ഒരാൾക്ക് 1 മാസത്തെ ശമ്പളം കൊടുക്കുന്നത് എന്തിനാ? അല്ല, അവള് വീട്ടിൽ മാത്രമല്ല എത്രയും പെട്ടെന്ന് അവള് തിരിച്ചു വരികയും ചെയ്യുമല്ലോ. വന്നില്ലെങ്കിലോ? 1 മാസത്തെ ശമ്പളം കൊടുത്താൽ അവൾ അതുമായി പോയിട്ട് തിരിച്ചു വന്നില്ലെങ്കിലോ? ഞാൻ പൈസ കൊടുക്കാന്ന് പറഞ്ഞപ്പോ വേണ്ടെന്നാണ് അവള് പറഞ്ഞത്. തിരിച്ചു വരാനല്ലെങ്കിൽ പിന്നെ പൈസ കണക്ക് പറഞ്ഞ് വാങ്ങിച്ചോട്ട് പോവില്ലേ അവള് ചെയ്യുള്ളൂ. ഈ പെണ്ണ് കാണലൊക്കെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി നടത്തുന്ന ഒരു ചടങ്ങാണ്. പറ്റേ ഇന്ന് വൈകിട്ട് തന്നെ തിരിച്ചു വരാന്ന് അവള് പറഞ്ഞിരിക്കുന്നേ. നീ അത് കേട്ട് സന്തോഷമായിട്ട് പോന്നു. ആമേ, ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അവളുടെ വിവാഹം. ഇന്ന് വീട്ടിൽ അവൾ പോകുന്നത് ഒരു പെണ്ണ് കാണൽ ചടങ്ങിൽ പങ്കെടുക്കാനാണ്. അവളെ കാണാൻ വരുന്ന ചെറുപ്പക്കാരന് അവളെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുക. പിന്നെ മറ്റൊരു വീട്ടിൽ ജോലിക്ക് പോകാൻ അയാൾ സമ്മതിക്കുമോ? അങ്ങനെ ചെയ്തത് മര്യാദയാണോ? അതായത് കല്യാണം ഉറപ്പിച്ച് കഴിയുമ്പോ തൊട്ട് ആ ചെറുക്കൻ പറയുന്ന പോലെ അവള് ജീവിക്കണമെന്ന്. പിന്നെ കല്യാണം കൂടി കഴിഞ്ഞാലോ ഭർത്താവിന്റെ വീട്ടിലെ ജോലിക്കാരിയായി അവള് മാറും, എന്നെ പോലെ. അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. എന്തായാലും ജാനകി അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോകുന്നത്. ഇതുവരെയുള്ള മുഴുവൻ പൈസയും കൊടുത്ത് അവളെ പറഞ്ഞു വിട്ടേക്കുക. ഇനി നമുക്കൊരു വേലക്കാരുടെ ആവശ്യമേ ഇല്ല. മോഹനേട്ടൻ ഉണ്ടാവില്ല, പക്ഷെ എനിക്കുണ്ട്. ഇന്ന് തന്നെ ജാനകി ഇല്ലാത്ത കാരണം ഞാൻ വൈകിയ കോടതിയിൽ എത്തുള്ളൂ. ആദ്യത്തെ കേസ് വിളിക്കുമ്പോൾ അവധിക്ക് അപേക്ഷിക്കാൻ എനിക്ക് വിദ്യാലക്ഷ്മിയോട് പറയേണ്ടി വന്നു. ഈ ജാനകി വരുന്നതിന് മുമ്പും നീ കോടതിയിൽ പോവുകയും കേസ് വാദിക്കുകയൊക്കെ ചെയ്തിരുന്നാണല്ലോ. ഇനിയും അങ്ങനെ മതി. നീയായിട്ട് നിർബന്ധിച്ച് അവളെ വീണ്ടും ഇങ്ങോട്ട് വിളിക്കണ്ട. കിട്ടുന്ന അവസരം ഉപയോഗിക്കുന്ന കാര്യത്തിൽ എന്റെ വില്ലേജ് ഓഫീസർ ഒരു സിംഗമാണെന്നുള്ള കാര്യം എനിക്കറിഞ്ഞൂടെ. പക്ഷേ ജാനകിയുടെ കാര്യത്തിൽ അത് നടക്കില്ല. അവള് പോകും, പോയ പോലെ തിരിച്ചു പോരുകയും ചെയ്യും. അവളുടെ കല്യാണം? കല്യാണക്കാര്യത്തിൽ അവൾക്കില്ലാത്തൊരു ഉൾക്കണ്ട മോഹനേട്ടനും ആവശ്യമില്ല. ജാനകി മോഹനേട്ടന്റെ കുഞ്ഞമ്മയുടെ മോളൊന്നും അല്ലല്ലേ, ആണോ? ദേ, അവള് പോകാൻ ഇറങ്ങുമ്പോ തിരിച്ചു വരണ്ട എന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ സ്വഭാവം മാറും. ജാനകിയെ മോഹനേട്ടനായിട്ട് പറഞ്ഞു വിട്ടിട്ടുണ്ടെങ്കിലേ ഞാനും ഇറങ്ങി എന്റെ പാട്ടിന് പോവും. പിന്നെ മോഹനേട്ടൻ ഒറ്റയ്ക്ക് ഇവിടെ കിടന്ന് മൂക്കൊണ്ട് ഇക്ഷ മരിക്കേണ്ടി വരും. മനസ്സിലായല്ലോ?
ഹലോ, അതെ ഉത്തമനാണ്. ആ വേലായി സാറായിരുന്നാ? എന്തൊക്കെയുണ്ട് സാറേ വിശേഷം? ബിൽഡിംഗ് പെർമിറ്റാ? ഓ, അതിനെന്ത് സാറേ പ്രശ്നം? കരമടച്ച രസീത് സാറിന്റെ കയ്യിലുണ്ടാ? ആ ശരി ശരി. ഇനി ഒരു കൈവശാവായ സർട്ടിഫിക്കറ്റും പിന്നെ ബിൽഡിങ്ങിന്റെ ഒരു പ്ലാനും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസത്തിനുള്ളിൽ ബിൽഡിംഗ് പെർമിറ്റ് ഞാൻ വാങ്ങിച്ചു തരാം. ആ പിന്നെ സാറൊരു കാര്യം ചെയ്യേ, കെട്ടിടത്തിന്റെ പ്ലാൻ റെഡിയാക്കിയോ? കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഒക്കെ ഞാൻ വാങ്ങിച്ചോളാം. എന്തേ? ഓ അതൊക്കെ ഞാൻ ഏറ്റു സാറേ. ഇന്ന് വൈകുന്നേരം ഞാൻ അതുവഴി വരാം. ഓ ശരി സാറേ. ഓ ഓ ശരി ശരി. എന്തൊക്കെയുണ്ട് ഉത്തമ വിശേഷം? ഓ നമുക്ക് എന്തോന്ന് വിശേഷം ഈനാശ് ചേട്ടോ. ആ പിന്നെ ചേട്ടന്റെ കടയിൽ കച്ചവടമൊക്കെ പൊടി പിടിക്കുന്നുണ്ടല്ലോ, ഒക്കെ ഞാൻ അറിയുന്നുണ്ട്. കച്ചവടം കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഉത്തമ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. ഞാൻ ഉത്തമനെ അന്വേഷിച്ചിറങ്ങിയതാ. എന്ത് ചേട്ടാ? വീട്ടിലൊരു പെണ്ണ് ജോലിക്കുണ്ടായിരുന്നിട്ട് പോയിട്ട് 2 ആഴ്ചയായി. ഓ പുതിയൊരാളെ തപ്പി ഞാൻ മടുത്തു. വേലക്കാരി ഇല്ലാത്തതിന്റെ പേരിൽ കെട്ടിയോള് സമരവും തുടങ്ങി. എത്രയും പെട്ടെന്ന് ഒരാളെ കിട്ടണം. അങ്ങനെ പെട്ടെന്ന് പറഞ്ഞ പാടാ. സത്യം പറയാലോ ഇനേഷ് ചേട്ടാ, നമ്മുടെ നാട്ടിൽ കിട്ടാൻ ഏറ്റവും പാടുള്ള ഒരു വിഭാഗമാണ് ഈ വേലക്കാരികള്. ഒരൊറ്റ എണ്ണത്തിന് കിട്ടാനില്ലെന്നേ. ഇനിയിപ്പോ ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാലോ ഭയങ്കര ശമ്പളം ചോദിച്ചു കളയും. ശമ്പളം പ്രശ്നമല്ല, ജോലിയൊക്കെ അറിയാവുന്ന നല്ല അടക്കോ ഒതുക്കമുള്ള ഒരു പെൺകൊച്ചിനെ കിട്ടിയാൽ ഒരു 6,000 രൂപ മാസം കൊടുക്കാം. 6,000 രൂപ അല്ലല്ലോ ഈനാശ് ചേട്ടാ ഇവിടെ പ്രശ്നം. ആളെ നമുക്ക് കിട്ടണ്ടേ? ഉത്തമ, ജീവിത ചെലവുകൾ റോക്കറ്റ് പോലെ ഉയരുകയാണ്. അതിനിടയിൽ മാസം 4,000 രൂപ ശമ്പളം കൊടുത്ത് ഒരു ജോലിക്കാരോട് നിർത്താൻ പറ്റില്ല. ഓ എങ്ങനെയെങ്കിലും അവൾ ഒഴിവാക്കാൻ പറ്റൂ. എന്താ ഉത്തമ ആലോചിക്കുന്നത്? അല്ല, ഒരാളുണ്ട് ഈനാശ് ചേട്ടാ, നമ്മുടെ മോനയുടെ സാറിന്റെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരു കൊച്ചാണ്. മോനയുടെ സാറാണെന്നുണ്ടെങ്കിൽ വേലക്കാരി കൊടുക്കാൻ കാശില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട് നടക്കുകയാണ്. മോനയുടെ സാറിന്റെ പിശക്ക് ഈനാശ് ചേട്ടനെ അറിയാലോ. ആ പെൺകൊച്ചിനെ നമുക്ക് ഏർപ്പാടാക്കാം. ഓക്കെ, പക്ഷെ 6,000 രൂപ കൊടുക്കണം. ഉറപ്പായും കൊടുക്കും. ഉത്തമന് 2,500 രൂപ കമ്മീഷനും. എത്ര? 2,500 രൂപ. എന്താ കുറഞ്ഞു പോയ? അല്ല, പെട്ടെന്ന് കേട്ടപ്പോ ഒന്ന് ഞെട്ടിയതാ. എന്തായാലും ഈനാശ് ചേട്ടൻ ധൈര്യമായിട്ടിരിക്കും. ഈ കേസ് ഞാൻ ഏറ്റു. ആ പെണ്ണിന്ന് വീട്ടിലെങ്ങാണ്ട പോവാൻ ഇരിക്കുകയാണെന്ന് വക്കീൽ വിളിച്ച് പറഞ്ഞായിരുന്നു. അവള് പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് ചെല്ലിട്ട്. അപ്പൊ പിന്നെ എന്റെ കമ്മീഷന്റെ കാര്യം ഉറപ്പാണല്ലോ. ഈനാശ് ഒരു വാക്ക് പറഞ്ഞാൽ വാക്കാ. ഉത്തമന് ആളെ റെഡിയാക്കിക്കോ. അവക്ക് 6,000 രൂപ ശമ്പളവും ഉത്തമന് 2,500 രൂപ കമ്മീഷനും. ശരി, അപ്പൊ എല്ലാം പറഞ്ഞോളെ. സാറേ, നമസ്കാരം സാർ. സാറേ, ജാനകി പോയല്ലോ. അവളെ ആരോ പെണ്ണ് കാണാൻ വരുന്നു. ഉത്തരോട് പറഞ്ഞില്ലായിരുന്നോ? അല്ല, പറഞ്ഞായിരുന്നു. ജാനകി പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് എത്താൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറന്ന് വരികയായിരുന്നു. അയ്യോ, വരുന്ന വഴിക്കൊന്നും ഞാൻ കണ്ടില്ല. പിന്നെ അവള് ഏത് വഴി പോയിരിക്കും സാറേ? നമ്മ റോഡ് ചുറ്റിയല്ലേ വന്നത്. ജാനകി ഇതുവഴി ഇറങ്ങി നേരെ പഞ്ചായത്ത് ഓഫീസിന്റെ വഴി കൂടെ പോയിട്ടുണ്ടാവും. പഞ്ചായത്ത് ഓഫീസിന്റെ മുന്നിൽ നിന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് വീട്ടിലേക്കുള്ള ബസ് കിട്ടില്ലേ? ചേട്ടാ, അതിപ്പോ വലിയ കഷ്ടമായല്ലോ. ഇനിയിപ്പം ജാനകി കാണണമെന്നുണ്ടെങ്കിൽ വീട് വരെ പോണല്ലോ. എന്താ ഉത്തമ കാര്യം? അല്ല, ഒരു കാര്യം ഉണ്ടായിരുന്നു. അത് അവളോട് പറയേണ്ടതാ. അവളെ മൊബൈൽ ഫോൺ ഉണ്ടാക്കിയില്ലേ? മൊബൈൽ ഫോണില്ല, അവളുടെ വീട്ടില് ലാൻഡ് ഫോൺ നമ്പർ ഉണ്ട്. അത് വേണോ? അതെന്റെ കയ്യിലുണ്ട്. പക്ഷെ ആ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടണമെങ്കിൽ അവള് വീട്ടിൽ ചെല്ലണ്ടേ? ഒരു അത്യാവശ്യ കാര്യമായിരുന്നു. അതെന്താണ് ഉത്തമ അങ്ങനെ ഒരു അത്യാവശ്യം? മിക്കവാറും പെണ്ണ് കാണൽ കഴിഞ്ഞ് ഇന്ന് തന്നെ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് അവൾ എന്റെ അടുത്തും പോയത്. അവൾക്ക് ആ കല്യാണത്തിന് വലിയ താല്പര്യമൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. എങ്ങനെയുണ്ടാവും? അവൾ കല്യാണം കഴിച്ചു പോയാൽ ജോലിക്കാരിയെ നഷ്ടപ്പെടുമെന്ന് കരുതി ഇവൾ അവളോട് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. കല്യാണം കഴിക്കുന്നത് മണ്ടത്തരമാണ്, ഒരു കോന്തൻ ഭർത്താവിനെ ജീവിതകാലം മുഴുവൻ ചുമക്കേണ്ടി വരും എന്നൊക്കെ ഇവൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ചുറ്റുപാടുകളൊക്കെ കണ്ടിട്ട് അവൾ അങ്ങനെ കരുതിയോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടാ. കേട്ടോതുമാ, ഒരു പെൺകുട്ടി പെണ്ണ് കാണൽ ചടങ്ങിന് പോകുന്നു. അപ്പോ എങ്ങനെയെങ്കിലും ആ കല്യാണം നടന്നു കാണണമെന്നല്ലേ ആഗ്രഹിക്കേണ്ടത്? ഇവൾ അങ്ങനെയല്ല. എങ്ങനെ ആ കല്യാണം നടക്കാതെ പോകണമേ എന്നിവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ എത്ര പ്രാർത്ഥിച്ചാലും അവൾ തിരിച്ചു വരാൻ പോകുന്നില്ല ഭാമേ. ഇന്ന് അവളുടെ കല്യാണം തീരുമാനിക്കും.
ഇനി ഈ ജന്മത്ത് അവൾ ഇങ്ങോട്ട് വരില്ല. നമുക്ക് കാണാം. എന്താ ഇത്ര അത്യാവശ്യമാണ് കാണാനായിട്ട്? സാറിന് കൂടെ ഉപയോഗമുള്ള ഒരു കാര്യമാണ്. എനിക്കാണോ? സാർ ഇങ്ങോട്ട് വന്ന് ഞാൻ പറയാം. വക്കീല് കേട്ട് കഴിഞ്ഞ സംഗതി പ്രശ്നമാവും. സാർ വാ. വാന്ന്. എന്താ കാര്യം? സാറിന് ഭാഗ്യം ഉണ്ടെന്നുള്ളതാണ് സത്യം. ജാനകി എങ്ങനെയെങ്കിലും പറഞ്ഞു വിടണമെന്നുള്ളതാണല്ലോ സാറിന്റെ ആഗ്രഹം. വക്കീലാണെന്നുണ്ടെങ്കിൽ അത് സമ്മതിക്കുകയില്ല. അതെ. ഇനി ആ പ്രശ്നം സാർ മറന്നേക്കൂ. ജാനകി സ്വന്തം ഇഷ്ടപ്രകാരം ഇങ്ങോട്ട് വരാതിരുന്ന ആ പ്രശ്നം തീരുമല്ലോ. പക്ഷെ അവള് വരും. പെണ്ണ് കാണൽ ചടങ്ങ് കഴിഞ്ഞ് നാളെ വന്നാ മതി എന്ന് ഭാവം പറഞ്ഞപ്പോ അതൊന്നും വേണ്ട ചേച്ചി, ഞാൻ ഇന്നലെ തിരിച്ചു വന്നാളാ എന്ന് പറഞ്ഞ അവള് പോയത്. സാറേ, അതിനൊക്കെ വഴിയുണ്ട്. എന്ത് വഴി? സാറ് ഇപ്പൊ ജാനകിക്ക് എത്ര രൂപ ശമ്പളം കൊടുക്കുന്നുണ്ട്? ഒരു മാസത്തേക്ക് 4000 രൂപ. 6000 രൂപ കൊടുക്കാമെന്ന് വേറൊരാള് പറഞ്ഞ ജാനകി എന്ത് ചെയ്യും? അവിടെ ജോലിക്ക് പോയി ഇവിടെ വരൂ. അതിപ്പോ അങ്ങനെ ചോദിച്ചാൽ പൈസ മാത്രമല്ലല്ലോ ഉത്തമ കാര്യം. പിന്നെ എവിടെ ജോലി ജാനകി എന്ന് ചോദിച്ചാൽ വില്ലേജ് ഓഫീസർ കെ മോഹനൻ സാറിന്റെ വീട്ടിലാണ് എന്ന് അഭിമാനത്തോടെ അവൾക്ക് പറയാൻ കഴിയുമല്ലോ. എന്റെ സാറേ, അടുക്കളയിൽ പാത്രം കഴിയുന്ന ജോലിയുള്ളവർക്ക് അത് 5 സ്റ്റാർ ഹോട്ടലിലായാലും കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിലായിരുന്നാലും എല്ലാം ഒന്നും തന്നെ. ഇവിടെ അടുക്കള പണി ചെയ്താൽ 4000 രൂപ കിട്ടും. നമ്മുടെ സ്റ്റേഷനറി കട നടത്തുന്ന ഈനാശി ചേട്ടന്റെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ രൂപ 6000 കിട്ടും. ജാനകി എവിടെ ജോലിക്ക് പോവും? 6000 രൂപ ഈനാശി ചേട്ടൻ കൊടുക്കൂ? ഇപ്പം വഴിയിൽ വെച്ച് കണ്ടപ്പോ ഈനാശി ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞതാ. ജാനകി പോകുന്നതിന് മുമ്പ് അവളോട് വിവരം പറയാൻ ഞാൻ ഓടി വന്നതാ. ഈനാശി ചേട്ടൻ അവൾക്ക് ജോലി കൊടുക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അവള് വീട്ടിലൊന്ന് എത്തിക്കോട്ടെ, ഞാൻ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞോളാം. ഇനി ജാനകിയുടെ ശല്യം സാറിന് ഉണ്ടാവേയില്ല. പിന്നെ സാറിനെ കൂടെ ഓർത്താണല്ലോ ഞാൻ ഈ കാര്യത്തിന് ഇറങ്ങിയത്. പിന്നെ സാറേ, 2 കാര്യമുണ്ട്. ഒന്ന്, ഞാനാണ് ജാനകിയെ ഈനാശി ചേട്ടന്റെ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോകുന്നു എന്ന് വക്കീൽ അറിയരുത്. ജാനകി പറയാതെ ഞാൻ നോക്കിക്കോളാം, സാറ് പറയാതിരുന്നാ മതി. പറയോ? ഇല്ല, ഞാനും പറയില്ല. പിന്നെ 2, ഈനാശു ചേട്ടൻ എങ്ങാനും വിളിച്ച് ജാനകിയെ പറ്റി ചോദിക്കുകയാണെങ്കിൽ വളരെ നല്ല സ്വഭാവം എന്ന് സാറ് പറയണം. ജാനകിക്ക് ഇപ്പൊ ഈനാശു ചേട്ടന്റെ വീട്ടിൽ ജോലി കിട്ടേണ്ടത് ജാനകിയേക്കാൾ ആവശ്യം സാറിനാണ്, അത് മറക്കരുത്. ഒരിക്കലും. ജാനകിയുടെ സ്വഭാവം നല്ലതാണോ എന്ന് ചോദിച്ച് ഈനാശ് ചേട്ടന് ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യം വരിക പോലുമില്ല. അതാണ് സാറേ. മോഹനൻ സാർ അങ്ങോട്ട് വിളിക്കുമല്ലോ. ഹലോ. ഈനാശ് ചേട്ടനല്ലേ? അതെ, ഞാൻ കെ മോഹനകൃഷ്ണനാണ്, വില്ലേജ് ഓഫീസർ. എന്താ സാറേ വിശേഷം? പ്രത്യേകിച്ചൊന്നുമില്ല. ഈനാശ് ചേട്ടൻ ഒരു വേലക്കാരിയെ അന്വേഷിക്കുകയാണ് എന്ന് ഉത്തമൻ പറഞ്ഞു. ഇവിടെ ഒരു വേലക്കാരി ഉള്ള കാര്യം ഈനാശ് ചേട്ടൻ അറിയാമല്ലോ. ഉത്തമൻ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇവിടെ വേലക്കാരുടെ ആവശ്യമില്ല. അതുകൊണ്ട് ജാനകിയെ ഈനാശ് ചേട്ടൻ വിളിച്ചു വെക്കുള്ളൂ. നല്ല സ്വഭാവമാണ്, എല്ലാ ജോലികളും ചെയ്യും. അങ്ങനെ ഒരു വേലക്കാരിയെ കിട്ടിയാൽ അത് ഈനാശ് ചേട്ടന്റെ ഭാഗ്യമാണെന്ന് കരുതിയാൽ മതി. വലിയ ഉപകാരം സാർ. ഞാൻ ഉത്തമനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഉത്തമൻ ജാനകിയോട് സംസാരിച്ചോളൂ. പറ്റിയാൽ നാളെ തന്നെ അവൾ ജോലിക്ക് വന്നോളൂ. ശരി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഞാനും. പിന്നെ ഇനിയിപ്പോ ഈനാശ് ചേട്ടൻ വേറെ ജോലിക്കാരെ വിളിച്ചളയരുത്. ഈനാശ് ചേട്ടനെ വിശ്വസിച്ചാ ഞാൻ ജാനകിയെ ഇവിടെ അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. ഒരിക്കലും ഇല്ല. സാർ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ആ വേലക്കാരി മതി. അതെ, ശരി. കഴിക്കാനൊന്നും ആയില്ലേ? ഇല്ല, ജാനകി ഇല്ലാത്തോണ്ട് ഒക്കെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. പെട്ടെന്ന് ഇങ്ങനെ ഒരു വിളി വരുമെന്ന് ഞാൻ കരുതിയോ? ഇനിയിപ്പോ ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്തു തീർക്കണമെങ്കിൽ കുറച്ച് സമയം പിടിക്കും മോനട്ടാ. എനിക്ക് 9:30 ഇവിടെ ഇറങ്ങണം. വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം സമയത്ത് നടക്കില്ലേ? കുറച്ചേരം അപ്പുറത്ത് വരുന്ന ആ പത്രം വായിച്ചോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അതിനിടെ ഞാൻ എങ്ങനെയെങ്കിലും എന്റെ ജോലി ഞാൻ തീർത്തോളാം. ഷർട്ടുമുണ്ടും അതൊക്കെ ഞാൻ തേച്ചു തരാം.
ആദ്യം ഒന്ന് സമാധാനമായിട്ടിരിക്കേ. കുറെ ദിവസം ഒരു ജോലി ചെയ്യാൻ ചുമ്മായിരുന്നുകൊണ്ട് ഒക്കെ നീ മറന്നു. പക്ഷേ ഇനി അങ്ങോട്ട് നീ തന്നെയാണല്ലോ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരുന്നത്. അതുകൊണ്ട് എല്ലാം ശരിക്കും പഠിച്ചോ. അതെന്താണ് അങ്ങനെ ഒരു ഡയലോഗ്? മോഹനോട് നോക്കിയോ, ജാനകി ഇന്നല്ലെങ്കിൽ നാളെ ഇവിടെ തിരിച്ചെത്തും. അത് നിന്റെ പ്രതീക്ഷ. പക്ഷേ നിന്നേക്കാൾ ഒരുപാട് ലോകവിവരമുള്ള ആളെന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ജാനകി തിരിച്ചു വരാൻ ഒരു സാധ്യതയും കാണുന്നില്ല. അത് എന്റെ മോഹനേട്ടന്റെ ആഗ്രഹം. മോഹനേട്ടനെക്കാട്ടിലും മനുഷ്യരുടെ സ്വഭാവം മനസ്സിലാവുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ പറയുന്നു, ജാനകി ഉറപ്പായിട്ട് തിരിച്ചു വരും. ആമേ, ഒരു വേലക്കാരി ഒരു വീട്ടിൽ ജോലി ചെയ്യുമ്പോ വീട്ടുകാരിയെ സന്തോഷിപ്പിക്കാനായി പലതും പറഞ്ഞു നിൽക്കും. അതൊക്കെ സത്യമാണെന്ന് വിശ്വസിക്കുന്നത് തന്നെ ഭയങ്കര മണ്ടത്തരം. നിനക്ക് മനുഷ്യന്റെ മനഃശാസ്ത്രം അറിയില്ല. ഒരാൾക്ക് വലിയ ലാഭമുണ്ടാകുന്ന ഒരു കാര്യമുണ്ടായാൽ അയാൾ പഴയതൊക്കെ മറക്കും എന്നതാണ് സത്യം. മോഹനേട്ടൻ കോളേജിൽ പോയപ്പോ കെമിസ്ട്രി അല്ലേ പഠിച്ചത്? ഈ മനഃശാസ്ത്രം ഇപ്പൊ എവിടെ നിന്ന് കിട്ടി? ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. ഒരു ദിവസം 100 കണക്കിന് ആളുകളുമായി ഞാൻ ഇടപെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരാളുടെ മുഖത്ത് ഒരു പ്രാവശ്യം നോക്കിയാൽ അയാൾ ചിന്തിക്കുന്നത് എന്താണ് എന്ന് എനിക്ക് മനസ്സിലാവും. മുഖലക്ഷണ ശാസ്ത്രം അല്ല, പ്രായോഗിക ബുദ്ധി. ഓ, ആ ബുദ്ധി ഉപയോഗിച്ച് ഞാൻ പറയുകയാണ്, ജാനകി തിരിച്ചു വരില്ല. നമുക്ക് നോക്കാം. നാളെ വൈകുന്നേരത്തിനകം ജാനകി ഇവിടെ തിരിച്ചു വന്നിരിക്കും. എനിക്ക് അവളെ വിശ്വാസമാണ്. അവളുടെ കല്യാണം നിശ്ചയിച്ചാൽ എന്നാലും അവള് വരും. ഭാമേ, നീ വലിയ ബുദ്ധിയുള്ള വക്കീലായിരിക്കും. പക്ഷെ എത്ര ബുദ്ധി ഉണ്ടായാലും ചിലരുടെ ചില കണക്കൂട്ടലുകൾ തെറ്റിന്നിരിക്കും. മോഹനയുടെ കുറച്ചു നേരമായാലും എന്റെ പുറകെ നടന്നിങ്ങനെ മെനക്കെടുത്തുന്നു. എന്താണ് ഇപ്പൊ വേണ്ടത്? ജാനകി തിരിച്ചു വരില്ല എന്ന് ഞാൻ സമ്മതിച്ചു തരണോ, അതോ അവള് തിരിച്ചു വരേണ്ട കാര്യമില്ല എന്ന് എന്നെ കൊണ്ട് സമ്മതിപ്പിക്കണോ? രണ്ടുമല്ല. ആ, ഇന്ന് രാവിലെ ജാനകി ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് നീ ഒരു ജോലിയും ചെയ്തില്ല. ഒടുവിൽ അവൾക്ക് ഫോൺ വന്ന് പോകേണ്ടി വന്നപ്പോ നിന്റെ സഹകാല പ്ലാനിങ് തെറ്റി. എന്റെ ഒരു കാര്യവും സമയത്ത് നടന്നില്ല. മിക്കവാറും ഞാൻ ഇന്ന് ഓഫീസിൽ പോകുമ്പോ വൈകും. ഇനി ജാനകി നാളെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ച് നീ നാളെയും ഒന്നും ചെയ്യില്ല. ഒടുവിൽ അവൾ വരില്ല എന്ന് മനസ്സിലാകുമ്പോഴേക്കും നാളെയും വൈകും. അങ്ങനെ എന്നും വൈകി ഓഫീസിൽ പോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നാളെ ജാനകി വരില്ല എന്ന കാര്യം ഞാൻ ഇപ്പോഴേ പറഞ്ഞത്. ജാനകി നാളെ വരൂ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ടാണല്ലോ എന്റെ 2.5 പൗണ്ട് ഒരു മാലയും 2 വളയും ഞാൻ അവൾക്ക് കൊടുത്തു വിട്ടത്. എന്തു എന്താ അവൾക്ക് കൊടുത്തത്? പെണ്ണ് കാണാൻ ചടങ്ങല്ലേ മോഹനേട്ടാ. കഴുത്തിലും കയ്യിലൊന്നും കാര്യമായിട്ടില്ല നിന്നിട്ടുണ്ടെങ്കിൽ അത് മോശമായി പോയില്ലേ? അതുകൊണ്ട് എന്റെ 2.5 പൗണ്ട് ഒരു മാലയും 2 പവൻ വരുന്ന 2 വളയും ഞാൻ അവൾക്ക് കൊടുത്തു വിട്ടു. നാളെ വരുമ്പോ കൊണ്ടുവരാൻ അവള് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ അവള് വരൂ നീ ഉറപ്പിച്ച് പറഞ്ഞത്. അയ്യോ, അടുപ്പത്തിരുന്ന് തിളച്ചിട്ടുണ്ടാവും. അയ്യോ ഈശ്വര, 2.5 പവന്റെ മാലയും 2 വളയും. സാറേ, എന്ത് സാറേ, ഈശ്വര. ആ സാറ് ഈനാസ് ചേട്ടനെ വിളിച്ചിരുന്നല്ലേ? എന്നെ ഇപ്പൊ വഴിയിൽ വെച്ച് കണ്ടപ്പോ ഈനാസ് ചേട്ടൻ പറഞ്ഞു, പാവൻ 2 ആഴ്ചയായി വേലക്കാരി അന്വേഷിച്ച് നടക്കുകയാണ്. ഇവിടുത്തെ വേലക്കാരിയെ കുറിച്ച് താറ് പറഞ്ഞപ്പോ ഈനാസ് ചേട്ടന് വലിയ സന്തോഷമായി. എനിക്കൊട്ടും സന്തോഷമായില്ല. ജാനകി ഫോൺ വിളിക്കുമ്പോ തൽക്കാലം ഈനാശോട്ടിന്റെ കാര്യം ജാനകിയോട് പറയണ്ട. അത് ആദ്യം തിരിച്ചിങ്ങ് വരട്ടെ. അത് കഴിഞ്ഞ് മതി ഈനാശോട്ടിനെ വിട്ട് ജോലിക്ക് നോക്ക്. അയ്യോ, അത് പറ്റൂല സാറേ. ഞാൻ ഈനാസ് ചേട്ടനെ കണ്ടിട്ട് അതിലെ പോകുന്ന വഴിക്ക് ജാനകി വെയിറ്റിംഗ് ഷെഡിൽ നിൽക്കുന്നു. ഉടനെ ഞാൻ ഈനാസ് ചേട്ടനെ ഫോണിൽ വിളിച്ചു വരുത്തി നേരെ കാര്യങ്ങൾ ജാനകിയോട് സംസാരിച്ചു. അയ്യോ, എന്ത്? അല്ല, അവൾ ആദ്യം സമ്മതിച്ചില്ല കേട്ടാ. വക്കീലിനോട് ചോദിക്കാതെ എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂല എന്ന് അവൾ എന്റെ അടുത്ത് പറഞ്ഞു. വക്കീലിനോട് ഞാൻ തന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാന്ന് പറഞ്ഞപ്പോഴാണ് ജാനകി സമ്മതിച്ചത്. അത് പറ്റില്ല. എന്ത്? ജാനകി ഇന്നോ നാളെയോ ഇവിടെ വന്നേ പറ്റൂ. ഇവിടെ വന്നിട്ട് അവള് വേറെ എവിടെയെങ്കിലും പോയാൽ മതി. അയ്യോ, അങ്ങനെ പറഞ്ഞ എങ്ങനെ സാറേ?
നാളെ രാവിലെ ഈനാശേന്റെ വീട്ടിൽ ജോലിക്ക് ചെല്ലാമെന്ന് ജാനകി സമ്മതിച്ചല്ലോ. സാറ് പറഞ്ഞോണ്ടല്ലേ ഞാൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഉത്തമ, എന്ത് 2 പവന്റെ മാലയും 2 വളയും ഉത്തമൻ പിന്നെ വന്നോ? ഇതെന്ത് പറ്റി? അല്ല, ഒന്നുമില്ല വക്കീലെ. നമ്മുടെ സ്റ്റേഷനറി കട നടത്തുന്ന ഈനാശു ചേട്ടന്റെ പോക്കുവരവിന്റെ കാര്യം പറയാനാണ് ഞാൻ ഇവിടെ വന്നത്, അല്ലേ സാറേ? അതെ അതെ. പക്ഷെ ഇതൊരു ഭയങ്കര പോക്കുവരവായി പോയി. ഈ പോക്കുവരവിന്റെ പ്രശ്നം എന്താ വെച്ചാ? ഒന്നുമില്ല, ഒന്നും മിണ്ടണ്ട. ഒരു കുഴപ്പമില്ല സാറേ, എല്ലാം സാറ് പറഞ്ഞതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോ ഒരു പ്രശ്നം വരാനില്ല. ഒന്നുമില്ല, ഇതിനെ കുറിച്ച് ഒന്നും പറയണ്ട, ഞാൻ പോകുന്നു. ഉത്തമ, അങ്ങനെ പോയാലോ? എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി സാറേ. ഉത്തമൻ പോട്ടെ മോനേട്ടാ. അതിന് മോഹനേട്ടൻ എന്തിനാ ഇങ്ങനെ വെപ്രാളപ്പെടുന്നത്? എങ്ങനെ വെപ്രാളപ്പെടായിരിക്കും? 2 പവന്റെ മാലയും 2 വളയും നിസ്സാര കാര്യമാണോ? അതും ഈനാശോട് പോക്കുവരവും തമ്മിൽ എന്താ ബന്ധം? എനിക്കൊരു അബദ്ധം പറ്റി. ഈ ജാനകി ശമ്പളം കൊടുക്കുന്നത് ഒരു അധിക ചെലവാണല്ലോ. അത് ആലോചിച്ചപ്പോ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഉത്തമൻ ഈനാശ് ചേട്ടന്റെ വീട്ടിൽ ഒരു വേലക്കാരി വേണമെന്ന് പറഞ്ഞു വരുന്നത്. 4000 രൂപയുടെ സ്ഥാനത്ത് 6000 രൂപ ശമ്പളം ഒക്കെ ഞാൻ കേട്ടായിരുന്നു. മുറ്റത്ത് നിന്ന് ഉത്തമന് വില്ലേജ് ഓഫീസറോട് ഗൂഢാലോചന നടത്തുമ്പോ ഞാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും ജാനകി ഇവിടെ ഉള്ളിടത്തോളം കാലം വില്ലേജ് ഓഫീസർക്ക് സമാധാനം കിട്ടില്ല. അപ്പൊ പിന്നെ ജാനകി ഇവിടെ ജോലിക്ക് നിൽക്കണ്ട എന്നുള്ള വാശി ഞാനും ഉപേക്ഷിച്ചു. മോഹനേട്ടന്റെ സന്തോഷം കളഞ്ഞിട്ട് ഇവിടെ ജോലിക്കാരി വേണ്ട. പക്ഷെ എന്നെ തോപ്പിക്കാനായി ഉത്തമന്റെ കൂടെ ഗൂഢാലോചന നടത്തിയതല്ലേ, അതിനൊരു ചെറിയ ശിക്ഷ തരാതിരിക്കാൻ പറ്റുമോ? അതിനാണ് ആ 2.5 പവന്റെ മാലയുടെയും 2 വളയുടെയും കഥ ഞാൻ പറഞ്ഞത്. ചുമ്മാ പറഞ്ഞതാ. ഞാനൊരു മാലയും വളയും ആർക്കും കൊടുത്തിട്ടില്ല. ഇവിടെ നോക്കൂ, ഇങ്ങോട്ട്. മോഹനേട്ടൻ പറഞ്ഞില്ലേ ഞാൻ വലിയ ബുദ്ധിമതിയായ ഒരു വക്കീലായാലും ചില കണക്കൂട്ടലുകളൊക്കെ തെറ്റുന്നു. ഭയങ്കര ബുദ്ധിയുള്ള ഒരു വില്ലേജ് ഓഫീസറുടെ കണക്കൂട്ടലുകളും ചിലപ്പോ തെറ്റാവുന്നല്ലേ ഉള്ളൂ. മേലിൽ ഇമ്മാതിരി തരികട പരിപാടികൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും മോഹനകൃഷ്ണന്റെ വലിയൊരു ആഗ്രഹം നടന്നു കിട്ടി. വില്ലേജ് ഓഫീസറുടെ അതിബുദ്ധി ചെറുതായി പാളിയെങ്കിലും ഭർത്താവിനെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ ഉള്ളതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.